സുഹൃത്തുക്കളെ, വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സുസ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ കൂത്തപ്പള്ളി. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുവാൻ ആവശ്യപ്പെടുകയാണ്. ഇന്ന് 2025 ഓഗസ്റ്റ് 3 ഞായറാഴ്ച. ഇന്നത്തെ ദീപിക ദിനപത്രത്തിൽ ആദ്യത്തെ പേജിലൊരു വാർത്തയുണ്ടായിരുന്നു. അതിതാണ്: ഛത്തീസ്ഗഡിലെ 2 കന്യാസ്ത്രീകളെ അന്യായമായി തടങ്കലിൽ പാർപ്പിച്ചപ്പോൾ അവിടുത്തെ ഭരണകൂടം, അതായത് സംഘഭരണകൂടം, പത്മാസനത്തിലായിരുന്നു, സുഷുപ്തിയിൽ. ഈ സുഷുപ്തിയിൽ എന്നത് ഞാൻ ചേർത്തതാണ്. അതിന് മുമ്പുള്ള ഭാഗമാണ് പത്രവാർത്ത. ഇതും കൂടി ചേർത്താലേ ആ വാർത്തയ്ക്ക് ഒരു പൂർണ്ണത വരൂ എന്നുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. യേശുദേവൻ കല്ലറയിൽ അടക്കപ്പെട്ടിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ 3 ദിവസം എടുത്തെങ്കിൽ ഈ 2 കന്യാസ്ത്രീകൾ, ഛത്തീസ്ഗഡിലെ 2 കന്യാസ്ത്രീകൾ, അവർക്ക് ഉയർത്തെഴുന്നേൽക്കാൻ 9 ദിവസം വേണ്ടി വന്നു. നിരപരാധികളായ അവർ 9 ദിവസം ജയിലിൽ കിടന്നു എന്നത് ഏവരെയും ദുഃഖത്തിലാഴ്ത്തിയ ഒരു വാർത്തയാണ്. അത് ഏവർക്കും അറിയാവുന്നതാണ്. ഇനി പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിക്കണം. കോടതിയുടെ ഉത്തരവിൻ്റെ പ്രസക്ത ഭാഗമാണ്. There is no apprehension of absconding of the accused. It is also significant that parents of the 3 victims have also filed their affidavits stating that the accused persons have not allured or forced or caused their daughters for religious conversion or human trafficking. Out of the 3 adult victim girls, 2 victim girls in their statement before the police under section 180 of BNSS 2023 deposed that they have been followers of Christianity since childhood. The court noted while granting bail to the trio. അതായത് ഈ കേസ് പെട്ടിരിക്കുന്ന പെൺകുട്ടികൾ 3 പേരും ചെറുപ്പം മുതലേ ക്രിസ്ത്യാനി മതവിശ്വാസികളാണ്. ഒരിക്കൽ ക്രിസ്ത്യാനിയായ ആളെ പിന്നെ എന്തിനാണ് ഇപ്പോൾ ആരെങ്കിലും പിന്നെ രണ്ടാമതും ക്രിസ്ത്യാനിയാക്കുന്നത്? അതാണ് കോടതി ചോദിച്ചത്. അവർ പ്രായപൂർത്തിയായവരാണ്. അവർ സ്വന്തം ഇഷ്ടപ്രകാരം ആണ് ജോലിക്ക് പോയത്. ഒരു മതപരിവർത്തനത്തിനും തങ്ങളെ ആരും നിർബന്ധിച്ചിട്ടില്ലെന്ന് അവർ വ്യക്തമാക്കി. ഇതാണ് സത്യം. ഒരു തെറ്റ് ഈ കന്യാസ്ത്രീകളുടെ ഭാഗത്തുണ്ട്. അതിതാണ്: ഛത്തീസ്ഗഡിലെ നിയമമനുസരിച്ച് ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് വേറൊരു ഡിസ്ട്രിക്റ്റിലേക്ക് ജോലിക്ക് പോകുമ്പോൾ അവിടുത്തെ ഒരു ജോബ് പോർട്ടലുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ട്. അറിവില്ലാഞ്ഞിട്ടാണോ ഇവർ, ആ കന്യാസ്ത്രീകൾ അത് ചെയ്തില്ല എന്ന് തോന്നുന്നു. അതത്ര വലിയ കാര്യമൊന്നുമല്ല. രണ്ടാമത് അവിടെ രജിസ്റ്റർ ചെയ്യാൻ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇങ്ങനെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഒക്കെ ഇട്ട് ഇവരെ ജയിലിൽ അടയ്ക്കേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തം. ഈ വീണ് പോയത് ഒരു വിദ്യയാക്കാൻ ഇങ്ങനെയെങ്കിലും ഒന്ന് താറടിക്കപ്പെട്ട തങ്ങളുടെ ആ ഒരു ഇമേജ് ഒന്ന് വെള്ളപൂശിയെടുക്കാനാണ് ഭരണത്തിലുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരണത്തിൽ നമുക്കൊരു കഥ ഓർമ്മ വരും. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഈർച്ചക്കാരനല്ല, ഈ മുറിക്കുന്ന ഈ വാളൊക്കെ ഉപയോഗിച്ചിട്ട്, വലിയ വാൾ ഉപയോഗിച്ച് മരം മുറിക്കുന്നവർ, അവർ മരം മുറിച്ചുകൊണ്ടിരിക്കും. ഒരാൾ മുകളിൽ നിൽക്കും മരത്തിൻ്റെ, ഒരാൾ താഴെ നിൽക്കും. എന്നിട്ട് ഇങ്ങനെ അറുക്കും. ഉച്ചഭക്ഷണത്തിന് പോയപ്പോൾ അവരൊരു ആപ്പ് വെച്ചു ആ മുറിച്ച ഭാഗത്ത്. ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു കുരങ്ങൻ മരത്തിൽ നിന്ന് ചാടി വന്ന് തൻ്റെ വാൽ അതിൻ്റെ ഇടയിലേക്ക് പോയതറിയാതെ ആപ്പ് ഊരിപ്പോയി. പിന്നെ അദ്ദേഹത്തിന് അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് ഊണ് കഴിച്ചു വന്ന അർക്കക്കാർ വന്നിട്ടേ പറ്റുള്ളൂ. അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഛത്തീസ്ഗഡിൽ ഭരണത്തിലുള്ള കക്ഷി ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്. അതെങ്ങനെയെങ്കിലും ഒന്ന് കളഞ്ഞ് വൈറ്റ് വാഷ് ചെയ്തെടുക്കാൻ ഭഗീരഥ പ്രയത്നം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ ഭരിക്കുന്ന പാർട്ടിയുടെ തലവനായ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം വന്നതിന് ശേഷം ഇവിടുത്തെ ഈ ഭരിക്കുന്ന പാർട്ടിയുടെ മുഖമായിരുന്ന നമ്മുടെ നടൻ സുരേഷ് ഗോപി ഒന്ന് നിഴലിലായിട്ടുണ്ട്.
തനിക്ക് തന്നെ അടികിട്ടിയിരിക്കുകയാണ്. JSK എന്ന അദ്ദേഹത്തിൻ്റെ കിടിലൻ പടം, ഉഗ്രം പടം. ഞാൻ 2 പ്രാവശ്യം കണ്ടു. ഉഗ്രം പടമാണ്. പക്ഷേ ഈ പടത്തിന് കാണാൻ ആളില്ല. കാരണം എന്താ, ഈ വിവാദങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടും ഇതിൻ്റെ ആൾക്കാർ, ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ കയറില്ല, BJPക്കാർ കയറില്ല. കേന്ദ്രത്തിനും കേരള ഭരണത്തിനുമെതിരായ ധാരാളം പരാമർശങ്ങൾ അതിലുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് തന്നെ കൊട്ട് കിട്ടിയിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഈ കാര്യത്തിൽ അധികം മുന്നിലേക്ക് വന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടി നാം ഈ അവസരത്തിൽ ഓർക്കണം. ഛത്തീസ്ഗഡിൽ 9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം കലാലി സ്ത്രീകൾ മോചിതരായി. ബിലാസ്പൂരിലെ INA പ്രത്യേക കോടതി ശനിയാഴ്ച ഉപാധികളോടെ ജാമ്യം അനുവദിച്ചോടെ ദുർഗ് സെൻട്രൽ ജയിലിൽ നിന്നും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ പ്രീതി മേരിയും ഇവർക്കൊപ്പം അറസ്റ്റിലായ ആദിവാസി യുവാവ് സുഗ്മാൻ മാണ്ഡവിയും പുറത്തിറങ്ങി. മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിക്കപ്പെട്ട് അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് INA കോടതിയിലെ സ്പെഷ്യൽ ജഡ്ജ് സിറാജുദ്ദീൻ ഖുറേഷിയാണ് ജാമ്യം അനുവദിച്ചത്. കേസിൻ്റെ വസ്തുതകളിലേക്ക്, അതായത് മെറിറ്റിലേക്ക് കടക്കാതെയാണ് ജാമ്യം നൽകുന്നതെന്ന് വ്യക്തമാക്കിയ കോടതി അത് ഉചിതമായ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതാണെന്നും കൂട്ടിച്ചേർത്തു. ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകൾ സൂചിപ്പിച്ചാണ് വിധി. പരാതിക്കാരനായ ബജറംഗ് ദൾ പ്രാദേശിക നേതാവ് രവീന്ദ്രം കന്യാസ്ത്രീകൾ ഒളിവിൽ പോയേക്കുമെന്ന് വാദിച്ച് ജാമ്യത്തെ എതിർത്തെങ്കിലും കോടതി അത് തള്ളിക്കളഞ്ഞു. കോടതിയുടെ നിരീക്ഷണങ്ങൾ ഇവയാണ്: കേവലം ആരോപണങ്ങളുടെയും കുറ്റം നടന്നുവെന്ന സംശയത്തിൻ്റെയും മാത്രം അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തതെന്ന് കേസ് ഡയറിയിൽ നിന്നും വ്യക്തമാക്കുന്നു. പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ളതിൻ്റെ രേഖകളൊന്നും ഹാജരാക്കിയിട്ടില്ല. പ്രതികൾ സ്ഥിരം കുറ്റവാളികളോ ഭീകര കുറ്റവാളികളുടെ ഗണത്തിൽ വരുന്നവരോ അല്ലെന്ന് അറസ്റ്റ് മെമ്മോയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതികൾ ഒളിവിൽ പോകുമെന്ന ആശങ്കകളും രേഖപ്പെടുത്തിയിട്ടില്ല. തങ്ങളുടെ മക്കളെ മനുഷ്യക്കടത്തിന് നിർബന്ധിത പരിവർത്തനത്തിനോ ഇരയാക്കിയിട്ടില്ലെന്നും 3 യുവതികളുടെ മാതാപിതാക്കൾ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കുട്ടിക്കാലം മുതൽക്കേ തന്നെ തങ്ങൾ ക്രൈസ്തവ മതം പിന്തുടരുന്നവരാണെന്ന് 2 യുവതികളുടെ മൊഴിയിൽ നിന്നും വ്യക്തം. ഒപ്പം അന്വേഷണ ഏജൻസിക്ക് പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യമെന്ന ആവശ്യം തന്നെ ഇവിടെ പ്രസക്തമല്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഇതിനിടയിൽ നാം ഒരു കാര്യം കൂടി ഓർക്കണം. ബജറംഗ് ദളിനെതിരെ യുവതികളുടെ പരാതിയുണ്ട്. ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ബജറംഗ് ദൾ പ്രവർത്തകർ ജ്യോതി ശർമ്മ എന്നൊരു സ്ത്രീയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 28ഓളം ക്രിമിനൽ കേസിൽ പ്രതിയായ BJPക്കാരിയായ വളരെ ശല്യക്കാരിയായ സ്ത്രീകൾ, അവരുടെ നേതൃത്വത്തിലാണ് 10-20 പേരോളം വരുന്ന പ്രവർത്തകർ അതിക്രമം കാട്ടുകയും മർദ്ദിക്കുകയും ചെയ്തത്. ഇതാണ് കേസ്. ഈ 3 യുവതികൾ നാരായൺപൂർ SPക്ക് പരാതിയെങ്കിലും അവർ സ്വീകരിച്ചില്ല. സംഭവം നടന്നത് ദുർഗിലായതിനാൽ അവിടെ പരാതിപ്പെടാനായിരുന്നു നിർദ്ദേശം. തുടർന്ന് ഓൺലൈനായി പരാതി നൽകാനാണ് യുവതികളുടെ തീരുമാനം. ബജറംഗ് ദൾ പ്രാദേശിക നേതാവ് ജ്യോതി ശർമ്മക്കും 20ലേറെ പ്രവർത്തകർക്കുമെതിരെയാണ് പരാതി. എന്നാൽ ഈ പരാതികൾക്കെതിരെ ആരും പരാതി സ്വീകരിക്കുകയോ നടപടിക്രമങ്ങൾ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നും കൂടി ഈ അവസരത്തിൽ നാം ഓർക്കണം. പിന്നെ കേന്ദ്രാനുമതി ഇല്ലാത്ത INA അന്വേഷണം അസാധുവാകും. അത് ഇവർ അറിയില്ലേ? കേന്ദ്രാനുമതി ഇല്ലാതെയുള്ള INA കേസന്വേഷണം അസാധുവാകുമെന്ന് സുപ്രീം കോടതിയുടെ മുൻകാല വിധികളിൽ വ്യക്തമാണ്. INA നിയമത്തിലെ 6ാം വകുപ്പ് മറികടക്കാൻ ഏജൻസിക്ക് കഴിയില്ലെന്ന് അർത്ഥം. ഛത്തീസ്ഗഡ് സർക്കാരും INAയും തമ്മിലുള്ള കേസ് 2019, അങ്കുഷ് വിപിൻ കപൂറും INAയും തമ്മിലുള്ള കേസ് 2024, പിങ്കിയും UP സർക്കാരും തമ്മിലുള്ള കേസ് 2025 തുടങ്ങിയവയിലെ സുപ്രീം കോടതി വിധികളിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. കേന്ദ്രാനുമതിയില്ലാതെ അന്വേഷണം INA നടത്തിയാൽ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. അന്വേഷണം അസാധുവായി കോടതി കണക്കാക്കുകയും ചെയ്യും. ഇത് വളരെ അറിവുള്ള പാർട്ടിയായ ഭരണ പാർട്ടിക്കറിയില്ലേ എന്നാണ് നാം സംശയിക്കുന്നത്. രാഷ്ട്രീയ നാടകം അരങ്ങേറിയില്ലായിരുന്നുവെങ്കിൽ 3 ദിവസം തന്നെ ജാമ്യം ലഭിക്കുമായിരുന്നുവെന്ന BJP നേതാവ് കേരള പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പരാമർശവും വിവാദമായിട്ടുണ്ട്. കന്യാസ്ത്രീകളെ ജയിലിൽ സന്ദർശിക്കുകയും ഒപ്പം നിൽക്കുകയും ചെയ്ത
UDF LDF നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പരാമർശം. ഈ അവസരത്തിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനെ ന്യായീകരിച്ചിട്ടുണ്ട് എന്ന വസ്തുത നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ ജി മറന്നോ എന്ന് നമുക്ക് ഈ തരുണത്തിൽ സംശയിക്കേണ്ടി വരും. മറ്റൊരു കാര്യം, കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ അവരെ അധിക്ഷേപിച്ച് ഛത്തീസ്ഗഡ് BJPയുടെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ പേജ് ഒരു പോസ്റ്റ് വന്നിരുന്നു. വിവാദമായതോടെ അരമണിക്കൂറിനകം അത് നീക്കം ചെയ്യപ്പെടുകയും ചെയ്തു. ഒരു പെൺകുട്ടിയെ കഴുത്തും കൈകളും കെട്ടി 2 കന്യാസ്ത്രീകൾ കൊണ്ടുപോകുന്നതാണ് കാർട്ടൂണിലുള്ളത്. കന്യാസ്ത്രീകളുടെ കാൽക്കീഴിൽ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, ഭൂപേഷ് ബാഗേൽ എന്നിവർ കൈകൂപ്പി മുട്ടിലെഴുതുന്നതും കാർട്ടൂണിലുണ്ട്. മനുഷ്യക്കടത്തും നിർബന്ധിത മരുപ്രവർത്തനവും പിന്തുണയ്ക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന അടിക്കുറിപ്പോടെയായിരുന്നു ഈ അലവലാതി കാർട്ടൂൺ. എന്നാൽ വിവാദമായതോടെ, തട്ടിപ്പായതോടെ അരമണിക്കൂറിൽ പോസ്റ്റ് ആരോ നീക്കം ചെയ്തു. ഇനി മറ്റൊരു കാര്യം, ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ വന്ന് കേക്കും ലഡുവും തന്നാൽ ക്രൈസ്തവ സഭാ നേതാക്കൾ സുവിശേഷത്തിലെ ആദർശങ്ങൾ മറക്കില്ലെന്ന് എറണാകുളം അതിരൂപതാ മെത്രാപ്പൊലീത്ത വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനൊത്ത് വേട്ടയാടുകയും ചെയ്യുന്ന കിരാത രീതിയാണ് ഭരണത്തിലുള്ള പലരും അനുവർത്തിക്കുന്നത്. ഇതേ അർത്ഥത്തിൽ തന്നെ ഇരിങ്ങാലക്കുട ആർച്ച് ബിഷപ്പും പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇവർ മാത്രമല്ല, കേരളത്തിലുടനീളമുള്ള ക്രൈസ്തവ മേലധ്യക്ഷന്മാർ ഇത് ശരിവച്ചിട്ടുണ്ട്. മുറിവുണ്ടാക്കി ഉണക്കുന്നൊരു രീതിയാണ് ഈ ഭരിക്കുന്ന പാർട്ടി ഛത്തീസ്ഗഡിൽ നടത്തുന്നത്. മോചിപ്പിക്കാൻ വേണ്ടി മാത്രം ജയിലിൽ അടക്കുന്ന പ്രവണത എന്നും ഇതിനെ നമുക്ക് പറയാം. സത്യത്തിൽ ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചത് UDF LDF പ്രവർത്തകരാണ് എന്ന് നാം ഈ അവസരത്തിൽ ഓർക്കണം. BJPക്കാരല്ല. പലരും ക്രെഡിറ്റ് എടുക്കാൻ ഓടി നടക്കുന്നുണ്ട്. എങ്കിലും 2 തരത്തിലുള്ള ആൾക്കാരുണ്ടെന്ന് പൊതുവെ പറയപ്പെടുന്നു. There are 2 kinds of people in our society. Those who do the whole work, and the second one, those who steal the credit. But better try to be in the first group because there is less competition there. കഷ്ടപ്പാടും വെള്ളം കോരലും മരം വെട്ടലൊക്കെ ഒരു കൂട്ടർ ചെയ്യും. എന്നാൽ ചുളിവിൽ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ചില പാർട്ടികൾ ശ്രമിക്കും. നമ്മൾ ആദ്യത്തെ കൂട്ടത്തിൽ കൂടുന്നതാണ് നല്ലത്. അവിടെ തിരക്ക് കുറവായിരിക്കും. രണ്ടാമത്തെ കൂട്ടത്തിൽ ഭയങ്കര തിരക്കായിരിക്കും. എളുപ്പത്തിൽ ക്രെഡിറ്റ് അടിച്ചെടുക്കണം. അതാണ് ഇവിടെ നടക്കുന്നത്. സത്യത്തിൽ ആർക്കാണ് ക്രെഡിറ്റ്, ആരാണ് കഷ്ടപ്പെട്ടത് എന്നൊക്കെ പൊതുജനത്തിനറിയാം. സാക്ഷരതയിൽ കേരളം വളരെ മുമ്പിലാണ്. ഈ അവസരത്തിൽ 1380 മുതൽ 1471 വരെ ജീവിച്ചിരുന്ന ഒരു ജർമ്മൻ സന്യാസിയുണ്ട്. തോമസ് കെമ്പിസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. അത് അദ്ദേഹമാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കാം, പക്ഷെ വാചകം പ്രസിദ്ധമാണ്. അതിതാണ്. അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്കിന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. മാൻ പ്രപ്പോസസ് ബട്ട് ഗോഡ് ഡിസ്പോസസ്. മാൻ പ്രപ്പോസസ് ബട്ട് ഗോഡ് ഡിസ്പോസസ്. ഓരോരുത്തർ ഓരോന്ന് വിചാരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ദൈവത്തിൻ്റെ നിശ്ചയം മറ്റൊന്നാണ്. അദ്ദേഹമാണ് അന്തിമമായി എല്ലാം തീരുമാനിക്കുന്നത്. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരും ഓർക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.